നിർമ്മാണ മേഖലയിൽ നമ്മൾ അതീവ ശ്രദ്ധ പുലർത്തുകയും പലപ്പോഴും തർക്കങ്ങളിലേക്ക് തന്നെ കാരണമാകുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് ക്യൂറിംഗ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് കോൺക്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്യൂറിംഗ് മാത്രമാണ്. കോൺക്രീറ്റ് പല രീതിയിൽ നമുക്ക് ക്യൂർ ചെയ്യാം. അതിനുമുമ്പ് എന്താണ് ക്യൂറിംഗ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് സിമൻറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് ചില കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെയാണ്, ചില ഹൈഡ്രേഷൻ പ്രോസസ്സിങ്ങിലൂടെയാണ്. ഈ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ആ കോൺക്രീറ്റിനുള്ളിൽ വെള്ളം ഉണ്ടാവണം. സിമൻറ്റും വെള്ളവും ചേർന്നുള്ള ഒരു കെമിക്കൽ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ കോൺക്രീറ്റിലേക്ക് ആഡ് ചെയ്യുന്ന, കോൺക്രീറ്റിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്ന ആ വെള്ളം മതി അതിൻ്റെ ഹൈഡ്രേഷൻ പ്രോസസ്സിങ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ. അപ്പോൾ ക്യൂറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺക്രീറ്റിനുള്ളിൽ ചേർക്കുന്ന ജലാംശം അതിൻ്റെ ഹൈഡ്രേഷൻ പ്രോസസ്സിങ്ങിന് ആവശ്യമായ രീതിയിൽ അതിനുള്ളിൽ ഉണ്ടാവണം. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് ആണ് ക്യൂറിംഗ് എന്ന് പറയുന്നത്. ഈ ജലാംശം, കോൺക്രീറ്റിനുള്ളിലെ ജലാംശം നഷ്ടപ്പെട്ടു പോകരുത് എന്നതിന് വേണ്ടി എടുക്കുന്ന ഏത് പ്രോസസ്സിനെയും നമുക്ക് ക്യൂറിംഗ് എന്ന് വിളിക്കാം.